ഹായ് ഓൾ, നമ്മുടെ അപ്പെക്സിൻ്റെ എക്സ്ചേഞ്ച് ലോഞ്ച് ആയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് അതുപോലെ KYC കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫർദർ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ച് വഴിയായിരിക്കും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ എങ്ങനെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും അതുപോലെ KYC കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളിന്ന് നോക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ട് നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യാം. സോ നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഇമെയിൽ എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇമെയിൽ അഡ്രസ്സ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യാം, പാസ്വേഡ് എന്ന് കാണാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു പുതിയൊരു പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. അതുപോലെ തൊട്ട് താഴെ എന്ത് ചെയ്യാം, കൺഫേം പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പാസ്വേഡിൽ കൊടുത്ത സെയിം പാസ്വേഡ് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കൺഫേം പാസ്വേഡിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പോളിസി അഗ്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതും കൂടി ക്ലിക്ക് ചെയ്യുന്ന ശേഷം എന്ത് ചെയ്യുക, രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതോടുകൂടി എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ട് അവിടെ രജിസ്റ്റർ ആവും. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വരുന്നത് അപ്പെക്സ് എക്സ്ചേഞ്ചിന്റെ ഈ ഒരു ഹോം പേജിലേക്കായിരിക്കും. ഓക്കെ, ഈ നെക്സ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് KYC. അത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ അവിടെ റൈറ്റ് സൈഡ് മുകളിലുള്ള ഒരു 3 ലൈനിൽ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ഇമെയിൽ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ഇവിടെ റീസെന്റ് വെരിഫിക്കേഷൻ ഇമെയിൽ എന്നുള്ള ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് എന്ത് ചെയ്യും, അതിന്റെ ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും. അതിന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അവിടുന്ന് ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഇമെയിൽ അവിടെ വെരിഫൈ ആവും. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ചെയ്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, ഇതങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ട. ബട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതൊന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്നുള്ള ലിങ്ക് ഡയറക്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഡയറക്റ്റ് നമ്മളെ വെരിഫിക്കേഷൻ ലിങ്കിലേക്ക് നമ്മൾ വെരിഫൈ ആയതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പോകും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തായിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, താഴെ KYC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. അപ്പോൾ KYC കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അങ്ങനത്തെ നമ്മുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ മൂന്നാമതായിട്ട് മിഡിൽ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മളോട് എന്ത് ചോദിക്കുന്നുണ്ട്, സെലക്ട് ദ കൺട്രി. ഓക്കെ, അതായത് നമ്മൾ ഏത് കൺട്രി എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് കൊടുക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇന്ത്യ എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് അവിടെ എന്ത് ചോദിക്കുന്നുണ്ട്, നമ്മളവിടെ ഏത് ഡോക്യുമെന്റ് ആണ് നമ്മളവിടെ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ID ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അതുപോലെ റെസിഡൻസ് പെർമിറ്റ്. ഈ 4 ഡോക്യുമെന്റ്സ് നമുക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ID എന്ന് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ആധാർ കാർഡിന് എന്ത് ചെയ്താൽ മതി, അവിടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതിന് ജസ്റ്റ് എന്ത് വെച്ചാൽ നമ്മൾ ആധാർ കാർഡിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്ത് ചെയ്യുക, നമ്മളവിടെ ഡോക്യുമെന്റ്സ് ഒന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഒന്നും എന്ത് ചെയ്യുക, ചൂസ് ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മളൊരു ഡോക്യുമെന്റ് കയ്യിൽ പിടിച്ചിട്ട് ഒരു സെൽഫി വീഡിയോ കൂടി എന്ത് ചെയ്യേണ്ട, അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡോക്യുമെന്റ് വെച്ചിട്ടുള്ള ഒരു സെൽഫി വീഡിയോ കൂടി എന്ത് ചെയ്യുക, അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ KYC ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കാണാൻ പറ്റും. ഓക്കെ.